ഇപ്പോൾ നീ ഒരാളല്ല, രണ്ടാളാണ്. അപ്പൊ രണ്ടുപേർക്കുള്ള ഭക്ഷണം കഴിക്കണം. അതായത് ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കും കുഞ്ഞിനുള്ള ഭക്ഷണം കഴിക്കണം. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ഇതിനൊന്നും ഒരു സയന്റിഫിക് ബേസ് ഇല്ല. അതായത് ഇപ്പോൾ കൂമ്പ് കഴിച്ചത് കൊണ്ട് നിറം വെക്കുന്നു, അല്ലെങ്കിൽ പപ്പക്കായ അധികം കഴിച്ചത് കൊണ്ട്. ഈ അടിക്കടി ഇങ്ങനെ സ്കാൻസ് വരുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും അതുകൊണ്ട് ദോഷമുണ്ടോ? അത് ഏറ്റവും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനാണ് ആ 5-ാം മാസത്തെ സ്കാന്. ഒരേ ഒരു വസ്തു മാത്രം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കരുത്. അതായത് അധികമായാൽ അമൃതം വിഷം തന്നെ. അമിത വിശ്രമം ഒരിക്കലും നല്ലതല്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സജീവമായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ പലർക്കും ഉള്ളൊരു സംശയം എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ സിസേറിയൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? എന്താണ് സ്വീറ്റ് ട്രൂത്ത്? ശരിക്കും അതൊരു ലക്ഷറി അല്ലേ? ചില സ്ഥലങ്ങളിൽ നല്ലൊരു എസെപ്റ്റിക് കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് ഹസ്ബൻഡ്സ് തന്നെ കോഡ് കട്ട് ചെയ്യാനുള്ള സൗകര്യം വരെയുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ശരണ്യ പി ശശികുമാർ, തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ആന്റിനേറ്റൽ കെയർ അഥവാ ഗർഭകാല പരിചരണത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടമാണ് ഗർഭകാലം. ഈ യാത്ര ഏറ്റവും സന്തോഷകരവും ആരോഗ്യകരവുമാക്കാൻ ശരിയായ ഗർഭകാല പരിചരണം ആവശ്യമാണ്. ആന്റിനേറ്റൽ കെയർ എന്ന ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആരോഗ്യ നിർദ്ദേശങ്ങൾ, പോഷകാഹാരം, പ്രസവത്തിനുള്ള തയ്യാറെടുപ്പുകൾ, അപകട ലക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് ലളിതമായി സംസാരിക്കാം. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഡോക്ടർ ലഫ്റ്റനന്റ് കേണൽ ബി വിപിൻ, ഡോക്ടർ നിസിയ ചാക്കോ, ഡോക്ടർ പജേഷ് JP എന്നിവരുമുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഡോക്ടർ ലിസിയ, ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് ആദ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? പീരിയഡ്സ് എല്ലാ മാസവും കൃത്യമായിട്ട് വരുന്ന സ്ത്രീകളാണെങ്കിൽ പീരിയഡ്സ് എപ്പോൾ നമ്മൾ കാണാതാവുന്നു, അതായത് പീരിയഡ്സ് മിസ്സാവുന്നു, ആ സമയത്ത് നമുക്കൊരു സംശയം തോന്നാം പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. പക്ഷെ പ്രശ്നം പീരിയഡ്സ് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ എല്ലാ മാസം കാണണമെന്നില്ല. ചിലപ്പോൾ PCOD ഉള്ള അമ്മമാരാണെങ്കിൽ ചിലപ്പോൾ 2-3 മാസം കൂടുമ്പോഴാകും പീരിയഡ്സ് കാണുന്നത്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അതിയായ ഒരു ക്ഷീണം, വിശപ്പില്ലായ്മ, ഛർദ്ദിക്കാൻ തോന്നുക, അല്ലെങ്കിൽ ബ്രസ്റ്റിനൊരു ടെൻഡർനെസ്, മൂത്രം അടിക്കടി പോവാൻ സാധ്യത, അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ തോന്നുക. അതായത് പ്രഗ്നൻസി സംശയമുള്ള കണ്ടീഷൻസിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെക്ക് ചെയ്യാവുന്ന ഒന്നാണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്. അത് 2 ലൈൻ പോസിറ്റീവായിട്ട് തെളിഞ്ഞ് കാണുകയാണെങ്കിൽ പ്രഗ്നൻസി ഏതാണ്ട് കൺഫേം ആണ്. പക്ഷെ സ്റ്റിൽ ചിലപ്പോൾ ഒരു ലൈൻ വീക്കായിട്ട് കാണുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് വേണമെങ്കിൽ ഒരു ലാബ് ടെസ്റ്റ്, കുറച്ച് കൺഫേമേറ്ററി ആയിട്ടുള്ള ടെസ്റ്റാണ് ലാബ് ടെസ്റ്റ്, BTSG ചെയ്യാം. പിന്നെയും കുറച്ചുകൂടി കൺഫേമേറ്ററി ആയിട്ടുള്ള ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാൻ. അത് അറൗണ്ട് ഒരു 7 to 8 വീക്സ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പലരും ഗർഭം സ്ഥിരീകരിച്ചാലും വളരെ വൈകിയാണ് ആശുപത്രിയിൽ എത്തുന്നത്. ഇത് ശരിയാണോ ഡോക്ടർ വിപിൻ? അതൊട്ടും ശരിയല്ല. പ്രഗ്നൻസി സ്ഥിരീകരിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പീരിയഡ്സ് മിസ്സായി നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് വീട്ടിൽ ചെയ്യുവോ, അല്ലാത്ത അവസ്ഥയിലോ ആണെങ്കിൽ പോലും പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. അതിന് പല ഗുണങ്ങളും ഉണ്ട്. ഒന്ന്, പ്രസവത്തിൻ്റെ ദൈർഘ്യം ഡിസൈഡ് ചെയ്യാൻ, അതായത് ഡെലിവറി ഡേറ്റ് തീരുമാനിക്കാൻ അത് സഹായിക്കും. 2, നമുക്ക് ഈ പോഷകാഹാരങ്ങളായിട്ടുള്ള ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഡയബറ്റീസ്, അല്ലെങ്കിൽ തൈറോയിഡ്, അല്ലെങ്കിൽ VP, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് സ്ക്രീൻ ചെയ്ത് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് എടുക്കാവുന്നതാണ്. അതെ, അപ്പോൾ ഗർഭം സ്ഥിരീകരിച്ച ഉടനെ തന്നെ നേരത്തെ തന്നെ ഹോസ്പിറ്റൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് നല്ലത്. ഡോക്ടർ പജേഷ്, ഗർഭകാലത്ത് ഫോളിക് ആസിഡ് എന്ന സപ്ലിമെന്റിന്റെ പ്രാധാന്യം എന്താണ്? പ്രഗ്നൻസി തുടങ്ങുമ്പോൾ തന്നെ അവയവങ്ങളുടെ രൂപീകരണം ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു പ്രധാന വൈറ്റമിനാണ് ഈ ഫോളിക് ആസിഡ്. ഇനി ഫോളിക് ആസിഡ് കറക്റ്റായിട്ട് എടുക്കാതിരുന്നാൽ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ്, സ്പൈന ബൈഫിഡ പോലുള്ള അവസ്ഥ ഉണ്ടായേക്കാം. കൂടാതെ ഫോളിക് ആസിഡ് രക്തകോശങ്ങളുടെ അതിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുകയും കൂടാതെ ചില തരത്തിലുള്ള അനീമിയ പ്രിവെൻറ്റ് ചെയ്യാനും അത് സഹായിക്കുന്നു. ഇനി നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ 3 മാസം മുന്നേ തന്നെ ഫോളിക് ആസിഡ് എടുത്ത് തുടങ്ങേണ്ടതാണ്. അതെ, അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഫോളിക് ആസിഡ് വെറും ഒരു വൈറ്റമിൻ മാത്രമല്ല, കുഞ്ഞിന്റെ ആരോഗ്യകരമായ ഭാവിക്ക് സഹായിക്കുന്ന ശക്തമായ ഒരു പ്രതിരോധ മരുന്നാണ്. ഐഡിയലി ഡോക്ടർ ഫജീഷ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ 3 മന്ത്സ് മുമ്പേ, പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് 3 മന്ത്സ് മുമ്പേ നമ്മൾ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഗർഭം സ്ഥിരീകരിച്ച ഉടനെ തന്നെ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി ഫോളിക് ആസിഡിന് പുറമെ മറ്റെന്തെങ്കിലും സപ്ലിമെന്റ്സ് പ്രഗ്നൻസിയിൽ എടുക്കേണ്ടതുണ്ടോ? അതെ,
അയൺ ആൻഡ് കാൽഷ്യം സാധാരണ 4-ാം മാസം മുതലാണ് അഡ്വൈസ് ചെയ്യുന്നത്. അയൺ അമ്മയുടെ അനീമിയ തടയാനും കുഞ്ഞിൻ്റെ വളർച്ചയും അത് സഹായിക്കുന്നു. കാൽഷ്യം അമ്മയുടെയും കുഞ്ഞിൻ്റെയും അസ്ഥി ആരോഗ്യം സംരക്ഷിക്കുന്നു. അയണും കാൽഷ്യവും നമ്മൾ ഒരു 2 മണിക്കൂറെങ്കിലും ഇടവേള വേണം എടുക്കുമ്പോൾ. കൂടാതെ എന്തെങ്കിലും ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ഉള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അഡീഷണൽ മെഡിസിൻസ് എടുക്കേണ്ടതാണ്. ഡോക്ടർ വില്ലിൻ, ഗർഭകാലത്ത് മിനിമം എത്ര ചെക്കപ്പ് വേണം? പിന്നെ നിർബന്ധമായും ഗർഭിണികൾ ചെയ്യേണ്ട പരിശോധനകൾ എന്തൊക്കെയാണ്? ശരിക്കും ഐഡിയലി പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസി ആയി കൺഫേം ആകുമ്പോൾ തന്നെ ആദ്യത്തെ 3 മാസം തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ആദ്യത്തെ 7-ാം മാസം വരെ എല്ലാ മാസവും ഒരു ചെക്കപ്പ് ഉണ്ടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് 9-ാം മാസം വരെ എല്ലാ 2 ആഴ്ചയിലും ഒരു ചെക്കപ്പും 9-ാം മാസം കഴിഞ്ഞ് ഡെലിവറി വരെ ആഴ്ചയിൽ ഒരു ചെക്കപ്പ് ഉണ്ടാവും. എന്നാൽ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ നമ്മളുടെ ഈ ചെക്കപ്പിൻ്റെ ഫ്രീക്വൻസി കൂടുമായിരിക്കും. അതുകൂടാതെ നമ്മൾ ഓരോ ചെക്കപ്പ് വരുന്ന സമയത്ത് നമ്മൾ വെയിറ്റ്, BP, പിന്നെ കുട്ടിയുടെ വളർച്ച, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കുന്നതായിരിക്കും. മരുന്നുകൾ, നേരത്തെ പറഞ്ഞ മരുന്നുകൾ കൊടുക്കാം, ഇഞ്ചെക്ഷൻസ് കൊടുക്കാൻ, വാക്സിൻസ് കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഓരോ ചെക്കപ്പിലും അതിൻ്റെതായ അവസ്ഥ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഏതൊക്കെ വാക്സിൻസ് ആണ് നമുക്ക് പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുക? പ്രഗ്നൻസിയിൽ മെയിനായിട്ട് എടുക്കേണ്ട വാക്സിൻ എന്ന് പറയുന്നത് TB തന്നെയാണ്. അത് 2 വാക്സിൻസ് ആയിട്ട് എടുക്കേണ്ടതാണ്. യൂഷ്വലി 1 മാസത്തിൻ്റെ ഗ്യാപ്പിലാണ് എടുക്കുന്നത്. അതുകൂടാതെ വേണമെങ്കിൽ വില്ലൻ ചുമയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു TDAP എന്നൊരു വാക്സിനും ഉണ്ട്. അത് 7-ാം മാസത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇൻഫ്ലുവൻസ വാക്സിൻ, അങ്ങനെയുള്ള വാക്സിൻസ് ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കാവുന്നതാണ്. പിന്നെ ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല, ഈ വാക്സിൻ ആക്ച്വലി കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TDAP എന്നുള്ള വാക്സിൻ കൊണ്ടുള്ള പ്രത്യേക ഒരു ഗുണമെന്ന് വെച്ചാൽ വില്ലൻ ചുമ എന്നുള്ള പ്രൊട്ടക്ഷനൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ വാക്സിൻസും നമ്മൾ കൊടുക്കുന്നത് ലൈവ് വാക്സിൻസ് അല്ല. ലൈവ് വാക്സിൻസ് മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് ഹാനികരമായിട്ടുള്ളത്. അത് നമ്മൾ കൊടുക്കാറുമില്ല. അല്ലാത്ത ഏത് വാക്സിൻസും കുഞ്ഞിന് സേഫാണ്. ഇനി സ്കാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഗ്നൻസിയിൽ നമ്മൾ മിനിമം എത്ര സ്കാൻസ് ചെയ്യണം? ഒരു പ്രഗ്നൻസിയിൽ ശരിക്കും മിനിമം 4 സ്കാനുകളെങ്കിലും എടുക്കണമെന്നാണ് പറയുന്നത്. ഒന്ന്, ഏറ്റവും ആദ്യത്തെ സ്കാൻ, നമ്മൾ പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് എടുക്കുന്ന സ്കാൻ, അല്ലെങ്കിൽ ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയും. അതിൽ നമ്മൾ പ്രഗ്നൻസിയുടെ ഡെലിവറി ഡേറ്റ് തീരുമാനിക്കാനും കുട്ടിയുടെ പ്രഗ്നൻസി ഓക്കെ ആണോ എന്നുള്ളത് അറിയാനുമാണ് ഉപയോഗിക്കുന്നത്. അതിലൊരു നമ്മൾ ഡേറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി ഡേറ്റ് മാറുന്നില്ല. സെക്കൻഡ് മെയിൻ സ്കാൻ എന്ന് പറയുന്നത് 3-ാം മാസത്തെ NT സ്കാൻ എന്ന് പറയും. അതിൽ നമ്മുടെ കുട്ടിയുടെ അംഗവൈകല്യങ്ങൾ നോക്കാനുള്ള ആദ്യത്തെ സ്കാനാണ് ഈ പറഞ്ഞ NT സ്കാൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാൻ കുട്ടിയുടെ 5-ാം മാസത്തെ സ്കാൻ, അല്ലെങ്കിൽ അനോമലി സ്കാൻ. യൂഷ്വലി ഒരു 18 തൊട്ട് 22 ആഴ്ചക്കിടയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമുക്കൊരു 70% വരെ കുട്ടിയുടെ മേജർ അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഏറ്റവും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനാണ് ആ 5-ാം മാസത്തെ സ്കാന്. അതിനുശേഷം നമ്മുടെ കുട്ടിയുടെ വളർച്ച നോക്കാനുള്ള ഗ്രോത്ത് സ്കാൻ എന്ന് പറയുന്നത് ഒരു 8-ാം മാസത്തിൽ ചെയ്യുന്നതാണ്. കുട്ടിയുടെ വളർച്ച, കുട്ടിയുടെ പൊസിഷൻ, വെള്ളത്തിൻ്റെ അളവ്, രക്തയോട്ടം, ഈ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതാണ് ഗ്രോത്ത് സ്കാൻ. അത് നമ്മൾ ചെയ്യുന്ന ഒരു 8-ാം മാസം ആകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നോർമലി കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട സ്കാനുകൾ. ഇത് കൂടാതെ ആ പ്രഗ്നൻസിയിൽ ഹൈ റിസ്ക് പ്രഗ്നൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്പർ ഓഫ് സ്കാനുകൾ മാറാവുന്നതാണ്. ഈ അടിക്കടി ഇങ്ങനെ സ്കാൻസ് വരുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും അതുകൊണ്ട് ദോഷമുണ്ടോ? ഒട്ടുമില്ല. സ്കാനിങ് എന്ന് പറയുന്നത് ഒരു റേഡിയേഷനോ അങ്ങനെയുള്ള ഒരു പ്രക്രിയയല്ല. ജസ്റ്റ് ഒരു സൗണ്ട് വേവ്സ് കൊണ്ടുള്ള ഒരു മെഷീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കാനിങ്ങുകൾ കൊണ്ട് കുട്ടിക്ക് ഒരു ദോഷവും വരാനില്ല. നമ്മളിപ്പോൾ ഗർഭത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചു, വാക്സിനേഷനെ കുറിച്ച് സംസാരിച്ചു, ഫോളിക് ആസിഡിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ന്യൂട്രീഷൻ. ഡോക്ടർ ലിസിയ, ഒരു ഗർഭിണി ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രഗ്നൻസിയിലെ ഐഡിയൽ വെയിറ്റ് ഗെയിൻ എത്രയാണ്? ഒരു നോർമൽ BMI ഉള്ള ഒരു അമ്മയാണെങ്കിൽ അറൗണ്ട് ഒരു 10 to 14 കിലോഗ്രാം വെയിറ്റ് ഗെയിൻ ആണ് നമ്മൾ പ്രഗ്നൻസിയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചില അമ്മമാർക്ക് തീരെ അണ്ടർ നറിഷ്ഡ് ആയിരിക്കും. അതായത് ഈ വെയിറ്റ്, ഈ BMI എന്ന് പറയുന്നത് 18-ന് താഴെയായിരിക്കും. അവർ ഈ 10 kgs or 12 kgs കൂടിയാൽ പോരാ, കുറച്ച് അധികം കൊണ്ടുവരും. അറൗണ്ട് ഒരു 17 kgs ഒക്കെ വെയിറ്റ് വെക്കേണ്ടി വരും പ്രഗ്നൻസി ടൈമിൽ. പക്ഷെ ചില സമയത്ത് ചിലർ മോർബിഡ്ലി ഒബീസ് ആയിട്ടുള്ള അമ്മമാരുണ്ടാവും. അവർക്ക് ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഇപ്പോൾ 14 kgs വെച്ചാൽ അത് അവർക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവർക്കൊരു 7 kgs 8 kgs ഒക്കെ
കൂടിയേ പോതും. ബിക്കോസ് അവർക്ക് ഒരു റിസർവ് ഉണ്ട് അവരുടെ കയ്യിൽ. ഓക്കെ. പിന്നെയെന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസിയിൽ ഓരോ ട്രൈമസ്റ്ററിൽ എത്ര വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്, അതാണ് ഒരു ഡൗട്ട് സാധാരണ കണ്ടുവരുന്നത്. അതിൽ ഒരു ട്രൈമസ്റ്റർ അതായത് ഒരു പ്രഗ്നൻസിനെ 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ 1 to 12, ടോട്ടൽ ഒരു 40 വീക്സ് ആണ് ഞങ്ങളുടെ കണക്കിൽ വരിക. അതിൽ 1 to 12 വീക്സ് ഫസ്റ്റ് ട്രൈമസ്റ്റർ, 12 to 28 വീക്സ് സെക്കൻഡ് ട്രൈമസ്റ്റർ, അബൌട്ട് 28 വീക്സ് തേർഡ് ട്രൈമസ്റ്റർ ആണ്. അതിൽ ഫസ്റ്റ് 12 വീക്സ്, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പേഷ്യൻ്റ് വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു സമയത്ത് വെയിറ്റ് ഗെയിൻ ശരിക്കും പറയാം 1 to 2 kgs കൂടണം എന്നാണ്. ബട്ട് സ്റ്റിൽ ഈ വോമിറ്റിംഗ് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് വെയിറ്റ് കൂടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് കുറയാണ്ടെങ്കിലും നോക്കണം. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്റർ ആ സമയത്ത് ഒരു 2 to 3 kgs വെയിറ്റ് കൂടാം. പിന്നെ മെയിനായിട്ട് വെയിറ്റ് ഗെയിൻ വേണ്ടത് ലാസ്റ്റ് 3 മാസത്തിലാണ്. അതിൽ അറൗണ്ട് ഒരു 3 to 4 kgs വരെ വെയിറ്റ് കൂടാം. ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ബാലൻസ്ഡ് ഡയറ്റ്, ഒരേ ഒരു സംഭവം മാത്രം, ഒരേ ഒരു വസ്തു മാത്രം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കരുത്. അതായത് അധികമായാൽ അമൃതം വിഷം തന്നെ. അപ്പോൾ എപ്പോഴും ഒരു സമീകൃതമായ ഒരു ആഹാര രീതി എപ്പോഴും കൊണ്ടു പോകണം. അതായത് ഇപ്പോൾ പാല്, മുട്ട, പിന്നെ അയൺ റിച്ചായ ഫുഡായ ഇലക്കറികൾ, പിന്നെ ലിവർ, ഇതെല്ലാം ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ എല്ലാം ഫുഡിൽ ഉൾപ്പെടുത്താം. ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള അമ്മമാരാണെങ്കിൽ, ഉദാഹരണത്തിന് ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആ ഒരു ഡയറ്റ് ചാർട്ട് എന്തായാലും ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു കേട്ടുകേൾവി എന്നുള്ളത്, പ്രത്യേകിച്ച് വീട്ടിൽ പ്രായമായിട്ടുള്ള മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നീ ഒരാളല്ല 2 ആളാണ്, അപ്പോൾ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം, അതായത് ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കും കുഞ്ഞിനുള്ള ഭക്ഷണം കഴിക്കണം. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അത് ഒരിക്കലും ഇല്ല. സാധാരണ ഒരു സ്ത്രീ, അതായത് പ്രഗ്നൻ്റ് അല്ലാത്തൊരു സ്ത്രീ ഒരു 2000 കിലോ കാലറിയാണ് ഡെയിലി എടുക്കേണ്ടത്. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിനൊരു എക്സ്ട്രാ, അതായത് ഒരു 500 എക്സ്ട്രാ കിലോ കാലറി ഡെയിലി എടുത്താൽ മതി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഇരട്ടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 + 2000 4000 കിലോ കാലറി ഒരു അമ്മ ഒരു ദിവസം ഡെയിലി എടുക്കുകയാണെങ്കിൽ ആ അമ്മയ്ക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും അല്ല, അതായത് ഇരട്ടി എടുക്കുക എന്നുള്ളതല്ല, ഇരട്ടി പോഷണം എത്തിയാൽ മതി, വേറെ അങ്ങനെ ഇരട്ടി എടുക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇപ്പോൾ ഡോക്ടർ ലിസേ പറയുന്നത് അളവിനേക്കാൾ കൂടുതൽ ഗുണമേന്മയ്ക്കാണ് പ്രാധാന്യം. അമ്മയ്ക്കും കുഞ്ഞിനും ഉത്തമമായ പോഷണം കിട്ടുന്ന രീതിയിലുള്ള സമീകൃത ആഹാരമാണ് ഒരു ഗർഭിണി കഴിക്കേണ്ടത്. ന്യൂട്രീഷനെ കുറിച്ചുള്ള ചില മിസ്കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളെ കുറിച്ച് ഞാൻ ചോദിക്കാം. നമ്മൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടി വെളുക്കും, പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ അബോർഷൻ ആവും, ഡേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് വരും. ഇതിലെന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിനൊന്നും ഒരു സയന്റിഫിക് ബേസ് ഇല്ല. അതായത് ഇപ്പോൾ കുങ്കുമപ്പൂ കഴിച്ചത് കൊണ്ട് നിറം വെക്കുന്നു, അല്ലെങ്കിൽ പപ്പക്കായ അധികം കഴിച്ചത് കൊണ്ട് ശരിയാണ്, ചില റിമോട്ട് സ്റ്റഡീസ് പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പച്ചപ്പപ്പക്കായയിൽ പപ്പേനുണ്ട്, അത് അബോർട്ടിഫിക്കൻ്റ് ആണെന്ന് പറയപ്പെടുന്നു. പക്ഷെ ഇതിനൊന്നും ഒരു സയന്റിഫിക് ബേസ് ഇപ്പോഴും അത് കൺഫേംഡ് ആയിട്ടില്ല. പിന്നെ അടുത്തതാണ് ഡേറ്റ്സ് കഴിക്കുന്നു. ഡേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധാരണ ഈ പീരീഡ്സ് വരാത്ത പെൺകുട്ടികളൊക്കെ ഡേറ്റ്സ് കഴിക്കും, പീരീഡ്സ് വരും. അപ്പോൾ പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ വന്നുകൂടെ എന്നൊരു ചോദ്യം വരാറുണ്ട്. പക്ഷേ പ്രഗ്നൻസിയിൽ ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ് ആക്ച്വലി, കാരണം രക്തം വെക്കാനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് അത് കഴിക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല. എപ്പോഴും ഒരു സംഭവം മാത്രം കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക, ഒരു സമീകൃതമായ ആഹാരം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇപ്പം നമ്മൾ ന്യൂട്രീഷനെ കുറിച്ച് സംസാരിച്ചു, നമുക്ക് വ്യായാമത്തിലോട്ട് കടക്കാം. ഡോക്ടർ പജേഷ്, ഗർഭകാലത്തെ വ്യായാമത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സാധാരണ ഗർഭാവസ്ഥയിൽ ലഘു വ്യായാമങ്ങൾ നല്ലതാണ്. ആഴ്ചയിൽ 150 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം വേണം. അപ്പോൾ നമുക്ക് മൈൽഡ് എക്സസൈസ് എന്ന് പറയുമ്പോൾ വാക്കിംഗ്, പിന്നെ സ്വിമ്മിങ്, കീഗിൾസ് എക്സസൈസസ്, പെൽവിക് ഫ്ലോർ എക്സസൈസ് നമ്മൾ പറയുന്നത്, കൂടുതലും ഗർഭാശയം, മലാശയം, മൂത്രാശയം, ഇതിൻ്റെ എല്ലാം പേശികളുടെ ശക്തിയെ ബലപ്പെടുത്തുന്നു. കൂടാതെ തന്നെ നമുക്ക് നോർമൽ ഡെലിവറി ആകാനും അത് സഹായിക്കുന്നു. പക്ഷെ പല വീടുകളിലും പറയാറുണ്ട്, ഗർഭിണി ആയി കഴിഞ്ഞാൽ ഫുൾ ടൈം വിശ്രമിക്കണം, ഒന്നും ചെയ്യരുത്. അതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? അമിത വിശ്രമം ഒരിക്കലും നല്ലതല്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സജീവമായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ പ്ലാസൻ്റ പ്രീവിയ, മറുപുള്ള താഴെ ഉള്ള അവസ്ഥ, കൂടാതെ സെർവിക്കൽ ഇൻകോമ്പിറ്റൻസ്, എന്ത് നമുക്ക് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടായാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം, പലർക്കുള്ള സംശയമാണ്, എസ്പെഷ്യലി വർക്കിംഗ് മദേഴ്സ്. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ ഗൈനക്കോളജിസ്റ്റിനോട് വന്ന് ചോദിക്കും, ഇപ്പോൾ ജോലി നിർത്തണോ അതോ ജോലി തുടരണോ? എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നമ്മുടെ പറഞ്ഞതുപോലെ തന്നെ നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ആസ് ലോങ് ആസ് അത് ഒരു സാധാരണ വർക്കാണെങ്കിൽ. നമുക്കിപ്പോൾ ഹെവി വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് മാക്സിമം നല്ലത്. സാധാരണഗതിയിലുള്ള വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
ഇപ്പൊ നമ്മൾ യാത്രയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പ്രഗ്നൻസിയിലെ യാത്ര സേഫ് ആണോ? അതെ, അല്ലെങ്കിൽ യാത്ര ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. യാത്ര നമുക്ക് കഴിയണതും ട്രെയിൻ യാത്രകൾ അധികം നമുക്ക് കുലുക്കം വരാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള യാത്രകൾ വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് 37 വീക്സ് വരെ തന്നെ അഡ്വൈസബിൾ ആണ്. എയർ ട്രാവൽ നമുക്ക് 37 വീക്സ് വരെ ഒരു ഒരു സിംഗിൾട്ടൺ പ്രഗ്നൻസി ആണെങ്കിൽ നമുക്ക് അഡ്വൈസ് ചെയ്യാം. ഇനി അതൊരു മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ നേരത്തെ 32 വീക്സ് വരെയാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഒരു ദീർഘയാത്രയാണെങ്കിൽ ഗർഭിണി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദീർഘദൂരം പോകുമ്പോൾ ഗർഭിണി കഴിയണതും അവരുടെ നല്ല രീതിയിലായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വെള്ളം ഇടയ്ക്ക് കുടിക്കുക. പിന്നെ ചെറിയ ഭക്ഷണം സ്നാക്സ് എന്തായാലും പോർഷൻ കരുതിയിരിക്കണം. അധികമായിട്ട് ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് അവോയ്ഡ് ചെയ്യുക. ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ആയിട്ട് വെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇടയ്ക്ക് നമുക്ക് കാല് ചലനം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഒരു എക്സ്ട്രാ പോയിന്റ് പറയുകയാണെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ്, ഇപ്പൊ കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റും കൃത്യമായിട്ട് ധരിക്കണം. ഡോക്ടർ ലിസിയ, ഒരു ഗർഭിണി ഉടൻ ആശുപത്രിയിൽ എത്തേണ്ട മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതായത് പ്രഗ്നൻസിയിലെ വാർണിംഗ് സിംറ്റംസ് എന്തൊക്കെയാണ്? സാധാരണഗതിക്ക് പേഷ്യൻസിന് പല കംപ്ലയിൻസും ഉണ്ടാവും. അതായത് 40 ആഴ്ച പ്രഗ്നൻസി പീരീഡ് ആണ്. അതിലിപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഏതാണ്ട് ടേം എത്തിയ ഒരു അമ്മയുടെ കാര്യം പറയാണ്. അവിടെ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരിക്കും, അമിതമായ ബ്ലീഡിങ്. ചിലപ്പോൾ പ്രഗ്നൻസിയുടെ സമയമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം, പക്ഷെ ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് സർജിക്കൽ എമർജൻസിയിലേക്ക് പോകേണ്ട ചിലപ്പോൾ അബ്രപ്ഷൻ കാരണം കൊണ്ടായിരിക്കാം ബ്ലീഡിങ്. ചിലപ്പോൾ ഇതോടുകൂടി ബ്ലീഡിങ് മാത്രമല്ല, പെയിൻ അബ്ഡോമൻ ആയിരിക്കാം. ഈ പറഞ്ഞ പോലെ നോർമൽ ഡെലിവറിയുടെ പെയിൻ സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം, പക്ഷേ സ്റ്റിൽ കോംപ്ലിക്കേഷൻസ് നമുക്കത് റൂൾ ഔട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് അബ്രപ്ഷൻ, വേറെ എന്തെങ്കിലും, ഇപ്പോൾ മുമ്പ് സിസേറിയൻ കഴിഞ്ഞ ഒരു അമ്മയാണെങ്കിൽ ചിലപ്പോൾ ഈ യൂട്രസിൻ്റെ ഒക്കെ സ്റ്റിച്ച് വിടാനുള്ള സാധ്യതകളുണ്ട്. അത് കാരണം കൊണ്ടുള്ള പെയിനാണ്. ഇതെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് കൺഫേം ചെയ്യണം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. വേറൊരു പ്രശ്നം ലീക്കിംഗ് ആണ്. അതായത് ഉണ്ണി എപ്പോഴും ഒരു ബലൂൺ പോലത്തെ ഒരു ആംനിയോട്ടിക് മെംബ്രെയിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ പെട്ടെന്ന് ലീക്കിംഗ് ആവുന്ന ഈ ബലൂൺ പൊട്ടണ പോലെ പൊട്ടുന്നു, അതിൻ്റെ ഉള്ളിലെ വെള്ളം ഒലിച്ചു പോകുന്നു. ഓൾറെഡി പറഞ്ഞു പ്രഗ്നൻസിയുടെ സമയത്ത് മൂത്രം ഇങ്ങനെ അടിക്കടി പോകാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന്. അപ്പോൾ ഈ അമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ഇത് യൂറിനാണോ പോണേ അതോ ലീക്കിംഗ് ആണോ, യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് ഒരിക്കലും മനസ്സിലായി എന്ന് വരില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഇപ്പോൾ സംശയമുള്ള ഒരു അമ്മയാണെങ്കിൽ ഇതിപ്പോൾ ലീക്കിംഗ് ആണോ അതോ യൂറിൻ പാസ് ചെയ്യണോ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എപ്പോഴും ചെക്കപ്പ് ചെയ്യണം. അത് താഴെ കൈയിട്ട് പരിശോധിക്കുകയോ അല്ലെങ്കിൽ സ്പെക്കിൽ നോക്കി പരിശോധിക്കണം, അത് ലീക്കിംഗ് ആണോ അങ്ങനെയുള്ളത് കൺഫേം ചെയ്യേണ്ടി വരും. വേറൊരു കണ്ടീഷനാണ് മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ട്. സാധാരണഗതി അതായത് ഇപ്പോൾ 20 ആഴ്ച കഴിഞ്ഞ് സാധാരണഗതി അമ്മമാർക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ കിട്ടിത്തുടങ്ങും, ഉണ്ണിയുടെ അനക്കൊക്കെ കിട്ടിത്തുടങ്ങും. അപ്പോൾ മൂവ്മെൻറ്റ്സിനെ പറ്റി പറയുന്നത് ഡെയിലി ഒരു 10 മൂവ്മെൻറ്റ്സ് ആണ് ഐഡിയൽ. അതായത് ഫുഡ് കഴിച്ചിട്ട് 2 to 3 hours നോക്കുക. അതായത് ഒരു 2 to 3 hours 2 to 3 മൂവ്മെൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. സാധാരണ ഇപ്പോൾ ഈ അമ്മയ്ക്ക് തലേ ദിവസം 30 മൂവ്മെൻറ്റ് കിട്ടുന്ന ഒരു അമ്മയാണെങ്കിൽ ഇന്നൊരു 10 മൂവ്മെൻറ്റ് കിട്ടിയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതിലൊരു കുറവുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് വിദഗ്ധമായ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോഴും ലേബർ റൂമിലേക്ക് വരണം. വേറൊരു കണ്ടീഷൻ, ഇപ്പോൾ പേഷ്യൻസിന് ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇപ്പോൾ അമിതമായി വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അപ്പോൾ ഇപ്പോൾ BP കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഉണ്ട്. അപ്പോൾ ഈ BP കണ്ടീഷൻസിൽ BP അധികം കൂടി കഴിഞ്ഞാൽ തലവേദന കൂടി ഫിറ്റ്സ് ഒക്കെ അടിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ തലവേദന അങ്ങനെ അടിക്കടി വരുന്നു കൂടുന്നു, അങ്ങനെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഡോക്ടറുടെ സഹായം എപ്പോഴും തേടണം. അതെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും അടുത്ത ദിവസം വരെ കാത്തിരിക്കരുത്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. പ്രസവം സ്വാഭാവികമായും തുടങ്ങാതെ വന്നാൽ നമുക്ക് എത്ര നാൾ വരെ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ എപ്പോഴാണ് മരുന്ന് വെച്ച് പ്രസവിപ്പിക്കേണ്ടത്? ഒരു സാധാരണ ലോ റിസ്ക് പ്രഗ്നൻസി ആണെങ്കിൽ നമുക്ക് 9 മാസം പൂർണ്ണമാവുന്നവരെയും വെയിറ്റ് ചെയ്യാം. അതായത് ഒരു 40 ആഴ്ച വരെ വെയിറ്റ് ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, ലൈക്ക് BP, ഷുഗർ അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ചക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ നേരത്തെ കൂട്ടി പറഞ്ഞ് നേരത്തെ ഡെലിവറി ചെയ്യാനായിട്ട് മരുന്ന് വെച്ച് ഡെലിവറി ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻ വരാം. അങ്ങനെ ചെയ്യാവുന്നതുമാണ്. അങ്ങനെ മരുന്ന് വെച്ചാൽ എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ? എസ്പെഷ്യലി സിസേറിയൻ ആവാനുള്ള റിസ്ക് കൂടുതലാണ്? ഇല്ല, അതൊരു റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ മരുന്ന് വെച്ച് പ്രസവിപ്പിക്കുന്ന ശ്രമിച്ചു കഴിഞ്ഞാൽ സിസേറിയൻ ആവണം എന്നൊരു നിർബന്ധമില്ല. അങ്ങനെ സിസേറിയൻ ആകുന്നുണ്ടെങ്കിൽ അത് ആ പർട്ടിക്കുലർ പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കും. അത് ഡെലിവറി പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ മാത്രമാണ് സിസേറിയനായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മരുന്ന് വെച്ച് പ്രസവിക്കാൻ ശ്രമിച്ചാൽ സിസേറിയൻ ആകും എന്നൊരു കണ്ടീഷൻ ഇല്ല. അത് നോർമൽ തന്നെ ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മളിപ്പോൾ ലേബർ ഇൻഡക്ഷനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ലേബർ പെയിൻസിലോട്ട് വരാം. നമുക്കറിയാം വളരെ അസഹനീയമായ വേദനയാണ് പ്രസവ വേദന. ഡോക്ടർ പജീഷ്, പ്രസവവേദന കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? അതെ, ഒന്നാമതായി നമുക്ക് നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് റിലാക്സേഷൻ ടെക്നിക്സ്, ബർത്ത് കമ്പാനിയൻ,
കൂടാതെ നമുക്ക് സംഗീതം, മസാജ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്താലും അത് ഇഫക്റ്റീവ് അല്ല. ഇതെല്ലാം സുരക്ഷിതമാണെങ്കിലും എഫക്റ്റീവ് അല്ല. രണ്ടാമതായി പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു മാസ്ക് വെച്ചിട്ട് ഇൻറ്റനോക്സ് എന്നൊരു മരുന്ന് മൂക്കിലൂടെ ഒരു മെഡിസിൻ നമ്മളത് കൊടുക്കുന്നു. അത് ബർത്ത് അല്ലെങ്കിൽ ലേബർ പെയിൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്കത് ശ്വസിക്കാനായിട്ട് കൊടുക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് IV ഇഞ്ചെക്ഷൻസ് ഉണ്ട്. മെയിൻലി നമ്മൾ ഓപ്പിയോയിഡ്സ് അല്ലെങ്കിൽ IV മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ്, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് എപ്പിഡ്യൂറൽ അനാൽജീസിയ എന്ന് പറയുന്നത്. എപ്പിഡ്യൂറൽ അനാൽജീസിയ എന്ന് പറയുമ്പോൾ നമ്മളൊരു കത്തീറ്റർ വഴി നട്ടലിൽ ആദ്യം ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് കത്തീറ്റർ വഴി ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ആ മരുന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് അനസ്തീറ്റിസ്റ്റിൻ്റെ ഒരു ഹെൽപ്പോടെയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ആസ്പെക്ട്സ് വരുമ്പോൾ ഇത് ഓൾമോസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ലേബർ പെയിൻ അതിനെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇത് നമുക്ക് സിസേറിയൻ ആയാൽ അഥവാ കൺവേർട്ട് ചെയ്യേണ്ടി വന്നാൽ തന്നെ ഇതേ സ്പേസിൽ കൂടെ തന്നെ മരുന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ? അതെ. കൂടാതെ തന്നെ അമ്മ ബോധവതായി തന്നെ തുടരുന്നു. നമ്മൾ എപ്പോഴാണ് എപ്പിഡ്യൂറൽ കൊടുക്കേണ്ടത്? നമ്മൾ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കൊടുക്കണോ? നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് അമ്മ ആവശ്യപ്പെടുമ്പോൾ തന്നെ കൊടുക്കാം. അതുകൂടാതെ ഗർഭാശയമുഖം തുറന്നു തുടങ്ങുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ തന്നെ ഇത് കൊടുക്കേണ്ടതാണ്. പക്ഷെ പലർക്കും ഉള്ളൊരു സംശയം എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ സിസേറിയൻ ആവാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ചിലപ്പോൾ ഈ ലേബറിൻ്റെ സെക്കൻഡ് സ്റ്റേജ് അല്പം നീണ്ടുപോകാം. നമ്മൾ ഇതുകൊണ്ട് മാത്രം ഒരു സിസേറിയൻ സെക്ഷനായിട്ട് അതാകണമെന്ന് ഇല്ല. ഇനി മറ്റൊരു സംശയം ചിലർ ചോദിക്കാറുണ്ട്, എപ്പിഡ്യൂറൽ എടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ബാക്ക് പെയിൻ വരും. അതുപോലെ തന്നെ നമ്മൾ സിസേറിയൻ്റെ സമയത്ത് സ്പൈനൽ അനസ്തീഷ്യ നമ്മൾ നട്ടെല്ലാം തരിപ്പിച്ച് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവാറുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ബാക്ക് പെയിന് മറ്റു പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് മാത്രം തന്നെ ബാക്ക് പെയിൻ വരണമെന്നില്ല. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 കോൺസെപ്റ്റ്സ് ആണ്. നേരത്തെ ഡോക്ടർ പജേഷ് പറഞ്ഞ പോലെ ബർത്ത് കമ്പാനിയൻ. ആരാണ് ബർത്ത് കമ്പാനിയൻ? ഡോക്ടർ വിപിൻ. ബർത്ത് കമ്പാനിയൻ ആരുമാകാം. ആ ഗർഭിണിയായ സ്ത്രീ കംഫർട്ടബിൾ ആയിട്ടുള്ള ആരും. അത് ഇപ്പോൾ ഹസ്ബൻഡാകാം, അമ്മയാകാം, സുഹൃത്താകാം, അല്ലെങ്കിൽ ചേച്ചിയാകാം, ആര് വേണേലും ആവാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്ക് പരിചയമുള്ള ഒരാൾ നമ്മുടെ ഡെലിവറി സമയത്തുണ്ടെങ്കിൽ ഒരു വളരെ നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ഭയം കുറയും, സ്ട്രെസ്സ് കുറയും, ആൻസൈറ്റി കുറയും. പിന്നെ ആ ഒരു എൻവയോൺമെൻറ്റ് വളരെ വളരെ ലൈവ്ലിയായി മാറും. ആൾക്കൊരു നല്ലൊരു ആത്മവിശ്വാസം കിട്ടാനുള്ളൊരു സാഹചര്യമാണത്. അത് കാരണം തന്നെ നമ്മുടെ ലേബറിൻ്റെ ആ ഒരു പ്രോസസ്സ് വളരെ നല്ലതായിരിക്കും. ആ പ്രോസസ്സിൻ്റെ ലെങ്ത്ത് കുറയാം. പിന്നെ സിസേറിയൻ റേറ്റ്സ് കുറയാനുള്ള ഒരുപാട് സാധ്യതകളും അതിനുണ്ട്. ഇനി എന്താണ് സ്വീറ്റ് റൂം? ശരിക്കും അതൊരു ലക്ഷറി അല്ലേ? അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? എന്താണ് അതിനെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? സ്വീറ്റ് റൂം ആക്ച്വലി ഒരു ലക്ഷറി അല്ല, അത് എല്ലാ സ്ത്രീയുടെയും ഒരു റൈറ്റുമാണ്. സ്വീറ്റ് റൂം ഡെലിവറി എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം ആൾക്കാരുടെ കൂടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ ഹസ്ബൻഡും അല്ലെങ്കിൽ റിലേറ്റീവ്സും ഒക്കെ വെച്ചിട്ട് ഒരു ഡെലിവറി നടക്കുന്നതിനെയാണ് സ്വീറ്റ് റൂം ഡെലിവറി എന്ന് പറയുന്നത്. ആക്ച്വലി ആ സമയത്ത് ആ ഒരു മൊമെൻറ്റ് എല്ലാവരുടെയും കൂടെ നേരത്തെ പറഞ്ഞുള്ള ഗുണങ്ങൾ, ബർത്ത് കമ്പാനിയൻ്റെ ഗുണങ്ങളെല്ലാം ഉണ്ട്. അത് കൂടാതെ തന്നെ ഹസ്ബൻഡ് കൂടെ നിന്ന ഒരു സപ്പോർട്ടായിട്ട്, പിന്നെ അങ്ങനെ ഒരു മെമ്മറി വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്മറിയായി മാറും. ഇൻഫാക്റ്റ് ചില സ്ഥലങ്ങളിൽ നല്ലൊരു എസെപ്റ്റിക് കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് ഹസ്ബൻഡ്സ് തന്നെ കോഡ് കട്ട് ചെയ്യാനുള്ള സൗകര്യം വരെയുണ്ട്. കോഡെന്ന് ഉദ്ദേശിച്ചത് കുട്ടിയുടെ പൊക്കിൾക്കൊടി കട്ട് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു മെമ്മറീസ് അത് ആ ഒരു ലൈഫ് ടൈം മെമ്മറിയായി മാറും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വീറ്റ് റൂം ഡെലിവറി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു അർഹതയായപ്പെട്ടൊരു കാര്യമാണ്. അത് എല്ലാവർക്കും തന്നെ കിട്ടിയാൽ അത്രയും നല്ലത്. ഡോക്ടർ വിപിൻ പറഞ്ഞ പോലെ തന്നെ സ്വീറ്റ് റൂം ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഇനി ബർത്ത് കമ്പാനിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഹോസ്പിറ്റൽസിലും ബർത്ത് കമ്പാനിയൻ അലൗഡ് അല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ നോക്കേണ്ടി വരും. ഇൻഫെക്ഷൻ കൺട്രോൾ നോക്കണം, പ്രൈവസി, സ്പേസ്, ഇതെല്ലാം നമ്മൾ നോക്കണം. പക്ഷെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ സ്വീറ്റ് റൂം ഫെസിലിറ്റി ഉണ്ട്, ബർത്ത് കമ്പാനിയൻ ഫെസിലിറ്റി ഉണ്ട്. ഞങ്ങൾ മന്ത്ലി 4 ആൻറ്റിനേറ്റൽ ക്ലാസ്സസും ഞങ്ങൾ നടത്തുന്നുണ്ട് കൃത്യമായി. അതായത് വീക്ക്ലി ഞങ്ങൾ ഓരോ ക്ലാസ് വെച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സസ് എല്ലാ ഗർഭിണികളും അറ്റൻഡ് ചെയ്യണം. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഗർഭിണികൾ ഉറപ്പായും ഈ ക്ലാസ് മിസ്സാക്കരുത്. ആൻറ്റിനേറ്റൽ കെയറിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തു. ഗർഭകാല പരിചരണം വെറും ഒരു ചികിത്സ മാത്രമല്ല, അമ്മയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷിതമായ ഭാവിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Department of Obstetrics and Gynecology, Amala Institute of Medical Sciences, Thrissur.